നമ്മുടെ RDJ ആണ് ഡോക്ടർ ഡൂമായിട്ട് വരാൻ പോകുന്നതെന്ന് ഇപ്പോൾ ലോകത്തിൽ മൊത്തം അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ ഇപ്പോഴും അറിയാത്ത ഒരു കാര്യമാണ്, അതായത് എത്ര ഡോക്ടർ ഡൂം വരുന്നു. അതായത് ഇപ്പോൾ ഒരുപാട് ലീക്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതായത് ഡോക്ടർ ഡൂമിൻ്റെ തന്നെ ഒരുപാട് വേരിയൻസ് ഒക്കെ വരുന്നു പറഞ്ഞിട്ട്. ഇപ്പോൾ ഉള്ള ഒരുപാട് റൂമേഴ്സ് ആയിരുന്നു, അതായത് നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെ ഒരു വേരിയൻറ്റ് മാത്രമല്ല, നമ്മുടെ കാങ് ഡൈനസ്റ്റിയിൽ കണ്ടിട്ടുള്ള കൗൺസിൽ ഓഫ് കാങ് പോലെയുള്ള ഡൂമിൻ്റെ തന്നെ ഒരുപാട് വേർഷൻസിനെ ഡൂം സ്റ്റൈൽ കാണിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഇങ്ങനെ ഒരു കാര്യം കോമിക്സിൽ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ഇത് നമ്മുടെ മൂവിയിൽ സംഭവിക്കുമെന്നുള്ള ചില തിയറീസൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇങ്ങനെ കൗൺസിൽ ഓഫ് കാങ് ഉള്ളതുപോലെയൊക്കെ തന്നെ കൗൺസിൽ ഓഫ് ഡൂം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡൂമിൻ്റെ ഒരു ആർമി മൾട്ടിവേഴ്സിലോ കോമിക്കിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം. ആക്ച്വലി കൗൺസിൽ ഓഫ് ഡൂം എന്ന് പറഞ്ഞിട്ട് എവിടെയും പറഞ്ഞിട്ടില്ലെങ്കിലും ദ പാർലമെൻറ്റ് ഓഫ് ഡൂം എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്യാങ് ഉണ്ട്. ജോണത്തൻ ഹിക്മൻ റൈറ്റ് ചെയ്തിട്ടുള്ള ഫെൻറ്റാസ്റ്റിക് ഫോറിൻ്റെ ഒരു കോമിക് ഇഷ്യൂലാണ് ഇത് കാണിച്ചിട്ടുള്ളത്. ഇതേ ജോണത്തൻ ഹിക്മൻ തന്നെയാണ് 2015 വെർഷൻ, അതായത് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള സീക്രട്ട് വാർസ് കോമിക് തന്നെ എഴുതിയിട്ടുള്ളതും. പുള്ളിയുടെ ആ കോമിക്സിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇപ്പോൾ ഡൂംസ് ഡേയും സീക്രട്ട് വാർസും വരാൻ വേണ്ടി തന്നെ പോകുന്നത്. സോ ഇതൊക്കെ വരാൻ കൂട്ടിക്കിഴിച്ച് നോക്കുമ്പോൾ ചാൻസ് ഉണ്ട്. ബൈ ദ വേ, ആ കോമിക് ഇതുവരെയും കാണാത്തവരാണെങ്കിൽ നമ്മൾ ആ മൊത്തം കോമിക് സ്റ്റോറി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ആക്ച്വലി ഈ സ്റ്റോറി എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, MCUവിൽ നമ്മൾ ഓൾറെഡി കൗൺസിൽ ഓഫ് കാങ് എന്ന് പറഞ്ഞിട്ട് കാങ്ങിൻ്റെ തന്നെ മൾട്ടിവേഴ്സിൽ ഒരു ആർമീനെ കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ കൗൺസിൽ ഓഫ് കാങ് എന്ന് പറഞ്ഞിട്ട് കോമിക്കിലും ഉണ്ട്. അതേപോലെ തന്നെ കൗൺസിൽ ഓഫ് റീഡ് റിച്ചർഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മിസ്റ്റർ ഫെൻറ്റാസ്റ്റിക്കിൻ്റെ ഒരു കൗൺസിലും കൂടിയുണ്ട് കോമിക്കിൽ. അങ്ങനെ ആ കൗൺസിലിൽ ഒരുപാട് മൾട്ടിവേഴ്സിലെ റീഡ് റിച്ചർഡ്സ്, അതായത് നമ്മുടെ മിസ്റ്റർ ഫെൻറ്റാസ്റ്റിക്സ് ഉണ്ടാവും. അതാണ് ഈ കൗൺസിൽ ഓഫ് റീഡ് റിച്ചർഡ്സ്. അതിൽ മെയിനായിട്ട് ഈ കൗൺസിൽ ഓഫ് റീഡ് ഉണ്ടാവാൻ കാരണമായിട്ടുള്ള മെയിനായിട്ടുള്ള 3 റീഡ് റിച്ചർഡ്സ്. അങ്ങനെ ആ മെയിനായിട്ടുള്ള 3 റീഡ് റിച്ചർഡ്സിൻ്റെ കയ്യിൽ അവരവരുടെ യൂണിവേഴ്സിലെ ഇൻഫിനിറ്റി ഗാൺലെറ്റ് വിത്ത് ഇൻഫിനിറ്റി സ്റ്റോൺസും ഉണ്ടാവും. ഈ എല്ലാ റീഡ് റിച്ചർഡ്സും ഒരു കൈൻഡ് ഓഫ് മൾട്ടിവേഴ്സൽ ബ്രിഡ്ജ് മൂലമായിരിക്കും കണക്റ്റ് ആയിട്ടുണ്ടാവുക. ഓഫ് കോഴ്സ് ഈ റീഡ് റിച്ചർഡ്സിനൊന്നും മൾട്ടിവേഴ്സൽ ട്രാവൽ കണ്ടുപിടിക്കുന്നതൊന്നും അത്ര ടഫുള്ളൊരു കാര്യമല്ലല്ലോ. അതേപോലെ തന്നെ നമ്മുടെ എർത്ത് 616 റീഡ് റിച്ചർഡ്സും ഈ കൗൺസിലുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ടാവും. മെയിനായിട്ട് ഇവരിങ്ങനെ ഒത്തുചേർന്നിട്ടുള്ളതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരവരുടെ യൂണിവേഴ്സൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണം, മൊത്തം മൾട്ടിവേഴ്സിനെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള ഒരു രീതിക്കുള്ള ഒരു ഗോഡ് ലെവൽ ബീയിങ്സ് ആയിട്ടായിരിക്കും ഇവർ ഈ റീഡ് റിച്ചർഡ്സിൻ്റെ കൗൺസിൽ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതായത് മൊത്തം മൾട്ടിവേഴ്സിന് ഒരു പ്രശ്നം വരാൻ പാടില്ല, എല്ലാം നന്നായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവന്മാർ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ ഇവന്മാർ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൾട്ടിവേഴ്സിന് തന്നെ എപ്പോഴും പ്രശ്നമായിക്കൊണ്ടിരിക്കുന്ന മൊത്തം എർത്തുകൾക്ക് മൾട്ടിവേഴ്സിൽ തന്നെ മൊത്തം പ്രശ്നമായിക്കൊണ്ടിരിക്കുന്ന ഒരാൾ, കോമൺ ആയിട്ടുള്ള ഒരാളാണ് ഡോക്ടർ ഡൂം. അങ്ങനെ ഓരോ മൾട്ടിവേഴ്സിലെ എല്ലാ യൂണിവേഴ്സിലും ഡോക്ടർ ഡൂംസിനെ അവരുടെ യൂണിവേഴ്സിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് അടച്ചു വെച്ചിട്ടുണ്ടാവും. അതായത് മൾട്ടിവേഴ്സിലുള്ള ഒരുപാട് ഡോക്ടർ ഡൂംസിനെ. അതായത് ഈ ഡോക്ടർ ഡൂംസ് കാരണം മൾട്ടിവേഴ്സിനോ അവരുടെ എർത്തുകൾക്കോ ഒരു പ്രശ്നവും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ എല്ലാ ഡോക്ടർ ഡൂംസിനെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ചു വെച്ചിട്ട് ഒരു സ്ഥലത്ത് അടച്ചു വെച്ചിട്ടുണ്ടാവും. ഇതിൻ്റെയൊക്കെ തുടക്കഘട്ടത്തിൽ നമ്മുടെ എർത്ത് 616 റീഡ് റിച്ചർഡ്സിന് നല്ല കാര്യം തന്നെയാണ് ഇവന്മാർ ചെയ്യുന്നത്, മൾട്ടിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി തന്നെയാണ് ഇവന്മാർ ചെയ്യുന്നതെന്നൊക്കെ തോന്നിയെങ്കിലും പോകെയാണ് ഇവന്മാരുടെ തനി കോണം തന്നെ പുള്ളി അറിയുന്നത്. ഈ റീഡ് റിച്ചർഡ്സിൻ്റെ കൗൺസിലുള്ള ഓരോ മെമ്പേഴ്സും ഇമോഷൻലെസ് ആയിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അതായത് മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം ഇവന്മാർക്കില്ല, എന്തോ ഒരു റോബോട്ടിനെ പോലെയാണ് ഇവന്മാരൊക്കെ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഓരോ റീഡ് റിച്ചർഡ്സിനും അവരവരുടെയായിട്ട് ഫാമിലി ഉണ്ടാവും. അതായത് നമ്മുടെ ഫെൻറ്റാസ്റ്റിക് ഫോർ മെമ്പേഴ്സായിട്ടുള്ള ബെൻ ഗ്രിം, അവരുടെ വൈഫായിട്ടുള്ള സൂസൻ, വെലേരിയ, ഫ്രാങ്ക്ലിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവരുടെ മക്കൾ, ഇവരെല്ലാവരും ഒതുക്കി തള്ളിയിട്ടാണ് ഇവന്മാരിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അങ്ങനെ ഒരു ഫാമിലിയെ ഇവർക്ക് ആവശ്യം എന്നുള്ള രീതിയിലുള്ള ഇമോഷൻലെസ് ക്യാരക്ടേഴ്സ് ആയിട്ടാണ് ഇവന്മാരിപ്പോൾ മൾട്ടിവേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ എർത്ത് 616 റീഡ് റിച്ചർഡ്സ് ഒന്ന് അലേർട്ടാവാണ്. കാരണം ഇവന്മാരുടെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അവസാനം ഇവന്മാരുടെ പോലെ തന്നെയായി ഞാനും മാറുന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇതിനൊക്കെ എതിർക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അതായത് ഇവന്മാർ മൾട്ടിവേഴ്സിന് തന്നെ നല്ലത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആവശ്യമില്ലാത്ത ഓരോ പരിപാടികളെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി അവരെ എതിർക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അങ്ങനെ പുള്ളി ഇവരെ എതിർക്കാൻ വേണ്ടിയിട്ട് എർത്ത് 616 ഡോക്ടർ ഡൂമായിട്ട് ടീമപ്പ് ചെയ്യും. അതായത് നമ്മുടെ റീഡ് റിച്ചർഡ്സിൻ്റെ തന്നെ മകളായിട്ടുള്ള വെലേരിയ റിച്ചർഡ്സുമായിട്ട് ടീമപ്പ് ചെയ്ത് ഡോക്ടർ ഡൂമിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മുടെ റീഡ് റിച്ചർഡ്സ് ഈ കൗൺസിൽ ഓഫ് റീഡിനെ എതിർക്കുന്നത്. ഇവരെന്തൊക്കെ എനിമീസ് ആണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് വർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിൽ വന്നിരിക്കുകയാണ്. സോ ഈ കഥയിൽ ഡീറ്റെയിൽഡ് ആയിട്ടാണ് എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറയാൻ പോകുന്നില്ല, കാരണം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ജസ്റ്റ് അതിൻ്റെ ഒരു മേലോട്ടം മാത്രം ഞാൻ പറയാം. കാരണം ഇതിൽ ഒരേ ടൈം സ്റ്റോറി പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞ് മാറിക്കൊണ്ട് തന്നെ ഇരിക്കും. സെൻറ്റിനൽസിൽ വരും, പിന്നെ നമ്മുടെ സെലസ്റ്റിയൽസ് ഒക്കെ വരുന്നുണ്ട്. സോ ജസ്റ്റ് അതിൻ്റെ എൻഡിങ് മാത്രം ഒന്ന് പറയാം. അങ്ങനെ ഈ കഥേൻ്റെ എൻഡിൽ ഓഫ് കോഴ്സ് ഇവർ വിചാരിച്ച പോലെ തന്നെ എല്ലാ കൗൺസിൽ ഓഫ് റീഡിനെയും ഇവർ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ആ കൗൺസിൽ തന്നെ ഇല്ലാതായി മാറും. അങ്ങനെ ആ ഇല്ലാതായ കൗൺസിലിൻ്റെ സ്ഥലത്ത് ഇപ്പോൾ ആ റീഡ് റിച്ചർഡ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഡോക്ടർ റൂം, അതായത് നമ്മുടെ 616 ഇപ്പോൾ അവരെ എതിർക്കാൻ വേണ്ടി വന്ന നമ്മുടെ ഡോക്ടർ റൂം പുള്ളിയുടെ ഒരു ഭരണം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ അതിലുണ്ടായിരുന്ന 3 മെയിനായിട്ടുള്ള റീഡ് റിച്ചർഡ്സിൻ്റെ കയ്യിലുള്ള ഒരു റീഡ് റിച്ചർഡ്സിൻ്റെ കയ്യിലുള്ള ഒരു ഇൻഫിനിറ്റി ഗോൺലെറ്റും പുള്ളി എടുത്തിട്ടുണ്ടാവും.
എന്നിട്ട് അവിടുന്ന് ഓൺലി ഡൂം റെയിൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് പുള്ളി പോയി നിൽക്കും. അതായത് ഡൂം മാത്രം ഭരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം. അതായത് നമ്മുടെ ഡോക്ടർ ഡൂം റീഡ് റിച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്തതിന് കാരണം തന്നെ ഇവന്മാരെ മൊത്തം ഒതുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം മൾട്ടിവേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പുള്ളിക്ക് പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് പുള്ളി നമ്മുടെ റീഡ് റിച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്തത് തന്നെ. ആ ടൈമിൽ നമ്മുടെ ബാക്കിയുള്ള ഓൾറെഡി എല്ലാ റീഡ് റിച്ചേഴ്സും ഒരുപാട് ഡൂംസിനെയൊക്കെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ആ ഡൂംസിനെയൊക്കെ നമ്മുടെ ഈ ഡോക്ടർ ഡൂം മോചിപ്പിക്കും. അങ്ങനെ അവരെല്ലാവരും പുറത്ത് വന്നിട്ട് ഇവനാണ് നമ്മളുടെ ഇടയിലെ തലവൻ, ഇവൻ വേണം നമ്മളെല്ലാവരും റൂൾ ചെയ്യാൻ, ഇവൻ വേണം മൾട്ടിവേഴ്സിനെ തന്നെ റൂൾ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഡൂം എന്ന് പറഞ്ഞിട്ട് പുള്ളിനെ ആരാധിക്കാൻ തുടങ്ങും. ഇതാണ് ഡൂം ഓഫ് പാർലമെൻറ്റ്, ഐ മീൻ പാർലമെൻറ്റ് ഓഫ് ഡൂം എന്ന് കോമിക്കിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ഈ പാർലമെൻറ്റ് ഓഫ് ഡൂമിനൊന്നും കാര്യമായിട്ട് കോമിക്കിൽ എവിടെയും കണ്ടിന്യൂ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു വൺ ഷോട്ട് പോലെ ഇത് അവസാനിപ്പിച്ച് നിർത്തിയേക്കുവാണ്. സോ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് വരും, കോമിക്സിൽ ഇതേപോലെയൊക്കെ നടന്നിട്ടുള്ള ഓക്കെ, കോമിക്സിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഇതേപോലെയൊക്കെ നമ്മുടെ MCU നടക്കുമെന്നുള്ളതായിരിക്കും നിങ്ങളുടെ ചോദ്യം. പ്രത്യേകിച്ച് നമ്മുടെ ഡൂംസ്ഡേയിൽ നടക്കുമെന്നുള്ളത് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി ചിലപ്പോൾ നടക്കാം. കാരണം ഇപ്പോൾ മൾട്ടിവേഴ്സ് ഒന്നും ആയതുകൊണ്ട് തന്നെ എന്ത് വേണമെങ്കിലും നടക്കാം. എവറിത്തിങ് ഈസ് പോസിബിൾ ഇൻ മൾട്ടിവേഴ്സ് എന്നാണല്ലോ. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ചില ലീക്സൊക്കെ അനുസരിച്ചിട്ട് ഈ ഫാന്റാസ്റ്റിക് ഫോർ മൂവിയിലോ അല്ലെങ്കിൽ ഡൂംസ്ഡേയിൽ മൂവിയിലോ തന്നെ നമ്മുടെ കൗൺസിൽ ഓഫ് ഫ്രീഡിനെ കുറിച്ചുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഹിൻഡ് തരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ ഡൂമിൻ്റെ ഒരു പാർലമെൻറ്റ് കാണിക്കുന്നതിനും ചിലപ്പോൾ ചാൻസ് ഉണ്ടായെന്ന് വരാം. റീസെൻ്റായിട്ട് നമ്മുടെ RDJ പുള്ളിയുടെ ഷൂട്ടിംഗ് തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് ഒരു സെറ്റ് പിക്ക്, ഐ മീൻ പുള്ളിയുടെ തന്നെ ഒരു ഫോട്ടോ ഇപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ ഡൂമിൻ്റെ അതായത് പുള്ളിയുടെ ബോഡിയൊക്കെ ബൾക്കിങ് പോലുള്ള ഒരു സ്യൂട്ടിൽ പുള്ളി നമ്മുടെ ജെർമി റെന്നറിൻ്റെ ഒരു ബുക്ക് വായിക്കുന്ന പോലത്തെ ഒരു സീന് പുള്ളിയുടെ അപ്പോൾ ഒരു ബോഡി സ്യൂട്ടിലായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. അതായത് നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെ ബോഡി സ്യൂട്ട്. അതായത് പുള്ളിക്ക് ആ 10-60 വയസ്സായി, നമ്മുടെ ക്രിസ്തംസവത്തിനെ പോലെ ഒന്നും വർക്കൗട്ട് ചെയ്ത് ബോഡി കയറ്റാനുള്ള ടൈമോ ഐ മീൻ അതിനുള്ള ആരോഗ്യമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരു മസിൽ സ്യൂട്ടാണത്. അതായത് പുള്ളിയുടെ മസിൽസൊക്കെ ഒന്ന് ബൾക്കായിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂട്ട്. സോ ഇതിൽ മെയിനായിട്ട് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ മുഖത്തുള്ള ആ മോക്കാപ്പ് ഡോട്ട്സ് ആണ്. അതായത് CJ യൂസ് ചെയ്ത് വരുന്ന മിക്ക ക്യാരക്ടേഴ്സിൻ്റെയും മുഖത്ത് ഇത് യൂസ് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഹൾക്കിനെ പോലെയൊക്കെയുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ്. അതായത് ഹ്യൂമൻസിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ അവർക്ക് എന്ത് തരത്തിലുള്ള ലേയേഴ്സ് വേണമെങ്കിലും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു മോക്കാപ്പ് ഡോട്ട്സ് ഒക്കെ വെക്കുന്നത് തന്നെ. സോ ഇത് എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ CJ ആയിട്ട് ആ ക്യാരക്ടറിനെ മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യാം, വേണമെങ്കിൽ ഡി-ഏജിങ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിൻ്റെ ഒരു മുഖത്തിൻ്റെ സ്ട്രക്ചർ തന്നെ മാറ്റാനും യൂസ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നത് ചിലപ്പോൾ അത് നമ്മുടെ ഡൂമിൻ്റെ മാസ്കിന് വേണ്ടിയിട്ടുള്ള ഒരു CJക്ക് വേണ്ടിയിട്ടുള്ള മോക്കപ്പ് ഡോട്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഡൂമിൻ്റെ ഒരു ഭാഗം കോമിക്കിൽ ഓൾറെഡി കരിഞ്ഞു പോയിട്ടുള്ള പോലെയാണ് കാണിച്ചിരിക്കുന്നത്, ചിലപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിലുള്ള എൻ്റെ തിയറീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മാസ്കിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ ഓൾറെഡി പ്രാക്ടിക്കലായിട്ട് തന്നെ ചെയ്യുക. ജസ്റ്റ് ഒരു മാസ്ക് എടുത്ത് വെച്ചാൽ മതി. ആ മുഖത്താണെങ്കിലും ചെറിയൊരു മേക്കപ്പ് ഇട്ടാൽ തന്നെ മതി. അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് മാത്രം ആ മോക്കപ്പ് ഡോട്ട്സ് ഇട്ടാലും മതി, ആ കഴിഞ്ഞ പോലെ കാണിക്കാനാണെങ്കിലൊക്കെ. ഒരു പക്ഷേ ഇത് നമ്മുടെ ഡോക്ടർ ഡൂമിന് തന്നെ പല ഏജിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതും ആയിരിക്കാം. കാരണം ഒരേ ഒരു പടത്തിൽ പെട്ടെന്ന് വില്ലനാണെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മുടെ ഡോക്ടർ ഡൂമിനെ ഇറക്കിയെങ്കിലും അതിന് പുള്ളിക്കൊരു ഫ്ലാഷ് ബാക്ക്, പുള്ളിക്കൊരു സ്റ്റോറി എന്തായാലും പറയണം. എന്തിന് പുള്ളി ഒരു വില്ലനായി മാറി എന്നുള്ളതൊക്കെ ഒരു കാര്യങ്ങളൊക്കെ പറയണം. അങ്ങനെ പുള്ളിയുടെ പലതരത്തിലുള്ള ഇപ്പം നമ്മുടെ അയൺമാൻ്റെ ഡി-ഏജിങ് ചെയ്തിട്ട് പുള്ളിനെ കാണിച്ച പോലെയൊക്കെ ഇതേപോലെ നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെ ഡി-ഏജിങ്ങും പുള്ളി യങ് ആയിട്ടുള്ള സെൽഫുള്ളൊക്കെ ചിലപ്പോൾ കാണിച്ചെന്ന് വരാം. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മോക്കാപ്പ് ഡോട്ട്സ് യൂസ് ചെയ്തിട്ടുള്ളതായിട്ട് വരാം. ഇനി അല്ലാതെ വേറൊരു പോസിബിലിറ്റിയാണ് വൈ നോട്ട്, എന്തുകൊണ്ട് മൾട്ടിപ്പിൾ വേരിയൻസ് ഓഫ് ഡോക്ടർ ഡൂമിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഐ മീൻ ആ ഫേസ് സ്ട്രക്ചറിലൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു മോക്കാപ്പ് ഡോട്ട്സ് ആയിക്കൂടാത്. കാരണം മൾട്ടിപ്പിൾ വേരിയൻസ് ഓഫ് ഡോക്ടർ ഡൂമിനെ കാണിക്കുകയാണെങ്കിൽ ഇതായിരിക്കും എളുപ്പം. കാരണം ഓരോരോ ഡോക്ടർ ഡൂമിനും വേരിയേഷൻസ് കാണിക്കുകയാണെങ്കിൽ ഇതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള പരിപാടി. കാരണം ഓരോ ഡോക്ടർ ഡൂമിനും വേരിയേഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കുത്തിയിരുന്ന് ചിലപ്പോൾ മേക്കപ്പ് ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ CJയിൽ അത് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാൻ പറ്റും. സോ ചിലപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷനിൽ നമ്മുടെ ഓരോരോ ഡോക്ടർ ഡൂമിന് എന്തൊക്കെ വ്യത്യാസം കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ അവർ അത് ചിലപ്പോൾ CJയിൽ മാറ്റാൻ വേണ്ടി ഇരിക്കുന്നതും ആയിരിക്കാം. ചിലപ്പോൾ മൾട്ടിവേഴ്സിലെ ഒരു ഡോക്ടർ ഡൂമിന് ഒരു സൈഡ് മാത്രം മുഖം കരിഞ്ഞ പോലെ, അല്ലെങ്കിൽ മറ്റേ ഡോക്ടർ ഡൂമിന് മറ്റേ സൈഡ് കരിഞ്ഞ പോലെ, അല്ലെങ്കിൽ വിചിത്രമായിട്ട് പുള്ളിയുടെ മുഖത്ത് എന്തെങ്കിലും സംഭവിച്ച പോലെ, അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് കാങ്ങിൽ നമ്മുടെ കാങ്ങിൻ്റെ തന്നെ സ്ക്രൾ വേരിയൻസിൻ്റെ ഒക്കെ കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ ഡൂമിൻ്റെ തന്നെ വേറെ ഐ മീൻ പുള്ളി ഏലിയൻസ് ആയിട്ടുള്ളത് പോലെയോ അല്ലെങ്കിൽ വേറെ വല്ല മൃഗങ്ങളുടെ ഫോമിലുള്ള പോലെയൊക്കെ ചിലപ്പോൾ കാണിച്ചത് വരാം. കാരണം കോമിക്സിൽ തന്നെ നമ്മുടെ തോറിൻ്റെ തന്നെ പിഗ് വെർഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. സോ അതേപോലെ ഡോക്ടർ ഡൂമിൻ്റെയും മൾട്ടിവേഴ്സിൽ പല വേരിയൻസ് ഉണ്ടാവും. ചിലപ്പോൾ അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടും ആയിരിക്കാം. ബേസിക്കലി ഡോക്ടർ ഡൂമിൻ്റെ മുഖത്തുള്ള ആ വേരിയേഷൻസ് മൾട്ടിവേഴ്സിലെ പല വേരിയൻസിൽ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ഒരു മോക്കപ്പ് ഡോട്ട്സ് ഇട്ടതെന്നാണ് എൻ്റെ ഒരു തോട്ട്സ്. എന്തൊക്കെയാണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മളെല്ലാവരും വിചാരിക്കാത്ത എന്തോ ഒരു കാര്യം നമ്മുടെ റൂസോ ബ്രദേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അത് ബാക്കിയുള്ള നമ്മുടെ ഹീറോസിനും ക്യാരക്ടേഴ്സിനും എന്തായാലും അറിയത്തുണ്ടാവില്ല. കാരണം അവർക്കൊന്നും ഇതുവരെ സ്ക്രിപ്റ്റ് കയ്യിൽ പോലും കിട്ടിയിട്ടില്ല. ഓൾറെഡി ഇതിൻ്റെ സ്ക്രിപ്റ്റ് അറിയാവുന്ന ഒരേ ഒരാൾ നമ്മുടെ RDJ മാത്രമാണ്. അതായത് എൻഡ് ഗെയിം എങ്ങനെയാണ് ഷൂട്ട് ചെയ്തത് അതേപോലെ തന്നെയാണ് ഈ പടം ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്തോന്നടേ ഇത് മുഖത്തൊരു കറുപ്പ് ഡോട്ട് ഇട്ടെന്ന് വിചാരിച്ചിട്ട് നീ എന്തൊക്കെ കാര്യങ്ങളായി ഈ പടച്ച് വിടുന്നതെന്നല്ലേ നിങ്ങൾ പറയുന്നത്? ആക്ച്വലി അത് മാത്രമല്ല, ഈ കോമിക് കോണിൽ നമ്മുടെ ഡൂമിൻ്റെ അനൗൺസ്മെൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. ഒരുപാട് ഡോക്ടർ ഡൂം ഓഫ് കോസ്റ്റ്യൂംസിൻ്റെ ഇടയിൽ നിന്ന് ഒരു ഡോക്ടർ ഡൂം ഇറങ്ങി വന്നിട്ട് നമ്മുടെ RDJ കാണിക്കുന്നത്.
സോ എവറിത്തിങ് ഇസ് കണക്റ്റഡ് എന്ന് പറയുന്ന പോലെ എല്ലാം കൂടി കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാമോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോവും. അതായത് ഒരുപാട് ഡോക്ടർ ഡൂംസിനെ കാണിച്ചിട്ട് ചിലപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം മെയിനായിട്ട് കാണിക്കുന്ന പോലെ ചിലപ്പോൾ കാണിച്ചെന്ന് വരാം. ഇനി അതും അല്ലെങ്കിൽ നമ്മുടെ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ഹ്യൂ ജാക്ക്മാൻ ഒരു മോണ്ടേജ് പോലെ പുള്ളിയുടെ മൾട്ടിവേഴ്സിലെ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള വേരിയൻസിനെ കാണിച്ച പോലെ അതുപോലെയെങ്കിലും നമ്മുടെ ഡോക്ടർ ഡൂമിനെ കുറിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട്, ഐ മീൻ പുള്ളിയുടെ ഡിഫറെൻറ്റ് വേരിയൻസിനെ കുറിച്ച് കാണിക്കാനുള്ള ഒരു ചാൻസ് ഈ പടത്തിലുണ്ട്. എന്നിട്ട് ഫൈനലി ഇവനാടാ ഡോക്ടർ ഡൂം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ പുള്ളിനെ കാണിക്കാനും ചാൻസ് ഉണ്ട്. എൻ്റെ ഒരു തോട്ട് ഞാൻ പറയാം, ചിലപ്പോൾ തുടക്കത്തിൽ നമ്മുടെ ഡോക്ടർ ഡൂമിനെ ഒരു നല്ലവനെ പോലെ പോർട്രേ ചെയ്തിട്ട് ചിലപ്പോൾ പുള്ളി ഒരു ഈവിലായി മാറുന്ന പോലെ ആയിരിക്കാം ചിലപ്പോൾ കഥ പോകാൻ വേണ്ടി പോകുന്നത്. ജസ്റ്റ് എൻ്റെ തോട്ട്സാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എന്തായാലും താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീണ്ടും ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.